തട്ടുകടയിൽ പരിപ്പ് വട ഇഷ്ടമില്ലാത്തവരുണ്ടോ? അതിൻ്റെ മണവും രുചിയും ഒന്ന് വേറെ തന്നെയാണ്. അതേ റെസിപ്പി ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി 3 ഉള്ളിയും ഇഞ്ചിയും 200 പച്ചമുളക് ഇതും ചെറിയ തോതിൽ അരിഞ്ഞു വെക്കുക. അതിലേക്ക് കായപ്പൊടിയും പെരുംജീരകവും പിന്നെ നമ്മുടെ കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇതെല്ലാം ചെറുങ്ങനെ അരിഞ്ഞു വെക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കിലോ പരിപ്പാണ് ഞാൻ എടുത്തത്. സാധാരണ പരിപ്പാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമില്ല പരിപ്പ് എടുക്കാം. ഞാൻ എടുത്തത് ചുവന്ന പരിപ്പാണ്. ഈ പരിപ്പ് 2 മണിക്കൂർ കുതിർത്ത് വെക്കണം. കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്കിത് നല്ലവണ്ണം കഴുകിയെടുത്ത് വെള്ളം ഊറ്റി നല്ലവണ്ണം വെള്ളം മൊത്തം വാർന്നു പോകണം. അതിലേക്കായി നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇതിനെ മാറ്റാം. അരിപ്പയിൽ മാറ്റിയതിന് ശേഷം അതിൽ നിന്ന് നല്ലവണ്ണം വെള്ളം പോയതിന് ശേഷം മാത്രമേ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റൂ. എൻ്റെ പരിപ്പിൻ്റെ വെള്ളമെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് മുറിച്ചിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത പരിപ്പിലേക്ക് നമുക്ക് അരക്കാത്ത ഒരു പിടി പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. അതും അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും കറിവേപ്പില മല്ലിച്ചപ്പ് ഇതെല്ലാം കൂട്ടി അതിലേക്ക് പെരുംജീരകവും കായും കണക്കായി ഉപ്പും ഇട്ട് നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. നല്ല മണവും ഉണ്ടാവും, നല്ല രുചിയും ഉണ്ടാവും. ഞങ്ങളുടെ തട്ടുകടയിൽ ഈ പരിപ്പ് വടക്ക് ഭയങ്കര ഡിമാൻഡാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം.